Hello guys, welcome to CMPKLO Academy. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രഷ് ടോപ്പിക് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഒരു എൻട്രൻസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എല്ലാ ടോപ്പിക്സും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ പോർഷൻസ് ആണെങ്കിലും അല്ല തിയററ്റിക്കൽ പോർഷൻസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ എൻട്രൻസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇപ്പം ഒരു ടോപ്പിക്ക് പോലും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ടില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം എക്സ്പ്ലനേഷൻസ് വേണ്ട കുറച്ചൊക്കെ റൂൾസ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ്സ്. നിങ്ങളൊരു 60% 70% ആൾക്കാരും ഈ ഒരു ടോപ്പിക്ക് നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു നമ്മുടെ ഒരു UP സെക്ഷനൊക്കെ തൊട്ട് നമ്മൾ പലരും നമ്മുടെ എക്സാം പേപ്പേഴ്സിൽ കണ്ടുവരുന്ന സംഭവമാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. നമ്മുടെ എക്സാംസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഏത് സെന്റൻസ് കംപ്ലീഷൻ ആയിട്ടും അല്ലെങ്കിൽ സ്പോട്ട് ഇയർ ആയിട്ടും അല്ലെങ്കിൽ വേണ്ട ക്വസ്റ്റ്യൻ ടാഗ്സ് ആയിട്ട് തന്നെ എനിക്ക് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. സോ ക്വസ്റ്റ്യൻ ടാഗ്സ് പഠിപ്പിക്കുന്നതിന് മുന്നേ നേരത്തെ നിങ്ങളോട് പറയുകയാണ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ടെൻസസിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടാവണം, പ്രിപ്പോസിഷൻസും പ്രോനൗൺസും. സോ പ്രോനൗൺസിനെ നിങ്ങൾക്ക് അറിയത്തില്ലേ, നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗൺസ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ആസ്പെക്ട്സിനെ കുറിച്ചൊരു ചെറിയ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻ ടാഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ പാടൊന്നും ഇല്ലാത്ത ഒരു നല്ല ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. അതുകൊണ്ട് വെറുതെ ഗ്രാമറ്റിക്കൽ പോർഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചടപ്പോ ഒരു മടിയോ ഒന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ്സിന് ആവശ്യമില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ഒന്നെങ്കിൽ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ടു എൻകറേജ് റിപ്ലൈസ്. എന്തൊക്കെയാ അപ്പോ? ഒന്നെങ്കിൽ കൺഫർമേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ടു എൻകറേജ് റിപ്ലൈസ്, വിച്ച് മീൻസ് ഞാനിപ്പോ ഒരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അപ്പൊ അതിന്റെ കൺഫർമേഷൻ വേണം. ഓക്കെ, ഇപ്പൊ എന്താ പറയുക, സ്റ്റുഡൻസ് ആർ എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ്. കുട്ടികളെല്ലാം വളരെ കഷ്ടപ്പെടുന്ന കുട്ടികളാണ്. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വഴി ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, യെസ് അല്ലെങ്കിൽ നോ. ഈ ക്വസ്റ്റ്യൻ ടാഗ്സിന് മെയിൻലി ഉണ്ടാകുന്നത് യെസ് ഓർ നോ റിപ്ലൈ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞെന്തായിരുന്നു, സ്റ്റുഡൻസ് ആർ എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ്. ഇതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഒന്നെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. സോ കൺഫർമേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇനി അല്ലെങ്കിൽ ടു എൻകറേജ് റിപ്ലൈസ്. സോ നിങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മറ്റേ ആളുടെ കോൺവെർസേഷൻ എൻകറേജ് ചെയ്യണം. അതായത് അയാളിൽ നിങ്ങൾക്കൊരു റിപ്ലൈ ഉണ്ടാക്കുക അല്ലെങ്കിൽ അയാളെ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ക്വസ്റ്റ്യൻ ടാഗ്സ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഇന്ന് വരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും നോക്കിയോ, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം വരുന്നത് ഈ ഒരു ചെറിയ പാട്ട്, ഒരു ഓക്സിലറി വെർബും ഒരു പ്രോനൗണും വരുന്ന പാട്ട് കേട്ടോ. ഒരു ഓക്സിലറി ഒരു പ്രോനൗൺ. ഓക്സിലറി എന്താണ്, ഹെൽപ്പിംഗ് വെർബ് ആണ്. ഓക്കെ, ആം, ഈസ്, ആർ, വാസ്, വേർ, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വിൽ, വുഡ്, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാഡ്, ഹാവ് എല്ലാം ഓക്സിലറി വെർബ്സ് ആണ്. നമ്മൾ ഒരു ഓക്സിലറി വെർബിന്റെ പോർഷൻ നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സസിൽ. ഓക്കെ, സോ ഒരു ഓക്സിലറിയും ഒരു പ്രോനൗണും വരുന്ന പാർട്ട് അതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ്. കണ്ടോ, ഓൾവേസ് എൻഡ്സ് ഇൻ എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്തിനൊക്കെ ഉപയോഗിക്കും, either used for confirmation or used to encourage replies. കണ്ടോ, അതിന് എപ്പോഴും എന്തായിരിക്കും, യെസ് ഓർ നോ ആൻസേഴ്സ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ടാഗിന്റെ ജനറൽ 3 റൂൾസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് 3 റൂൾസ്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. പോസിറ്റീവ് സെന്റൻസ് എന്താണ്, നോട്ട് എന്ന വാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ വേർഡ്സും. നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാ, സ്കെയർസ്ലി, ബെയർലി, ഹാർട്ട്ലി, ഇതൊക്കെ നെഗറ്റീവ് വേർഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒന്നുമില്ല എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, അപ്പോ പോസിറ്റീവ് സെന്റൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ്. നോക്കിയേ,
there are roses in garden. ഓക്കെ, ഇതിന് മലയാളം എന്താ? പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കളുണ്ട്. ഓക്കെ, there are no roses in garden. അപ്പൊ എന്താ? പൂക്കളില്ല. കണ്ടോ, ഈ ഒരു നോ വന്നപ്പോൾ ഈ സെന്റൻസ് എന്തായി? പോസിറ്റീവായി. ഈ സെന്റൻസ് എന്തായി? നെഗറ്റീവായി. കണ്ടോ? സോ നോ നോട്ട് കൺസെപ്റ്റ്സ് വരുന്നതാണ് എന്ത്? നെഗറ്റീവ് സെന്റൻസസ്. ഇനി ഇതേ സെന്റൻസ് തന്നെ there are barely any roses in garden. ഇപ്പൊ ഞാനിവിടെ എന്ത് പറഞ്ഞു? barely പറഞ്ഞു. ഈ barely, scarcely, little ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇങ്ങനത്തെ വേർഡ്സ് വന്നാലും സെന്റൻസസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ, നോർമൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പോസിറ്റീവ് സെന്റൻസുകളാണ്. നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേർഡ്സ് വന്നാലും എന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസുകളായിരിക്കും. സോ പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസിന്റെയും ബേസിക്സ് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പോസിറ്റീവ് സെന്റൻസിലും നെഗറ്റീവ് സെന്റൻസിലും ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് കാര്യം നോക്കാട്ടോ. സോ the very first rule, positive sentences take negative tags and vice versa. എന്ന് വെച്ചാൽ negative sentences take positive tags. അതായത് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ്. നമുക്ക് നേരത്തെ എഴുതിയ അതേ എക്സാമ്പിൾ നോക്കാമേ. അപ്പൊ ഞാൻ ആദ്യം എന്താ എഴുതിയേ? there are roses in garden. ഓക്കെ, ഇത് നോക്കിയേ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. എന്തുകൊണ്ടാ? ഇതിൽ നോ ഇല്ല, ലിറ്റിൽ ഇല്ല, സ്കേഴ്സ്ലി ഇല്ല, ഒന്നും തന്നെ ഇല്ല. സോ there are roses in garden. കണ്ടോ, ഇവിടെ ആറ് വന്നു. അതേ ആറിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ഇതെന്താ? പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നോട്ട് ചേർത്തു. നോക്കി, ആറിന്റെ അവിടെ ഇല്ലേ? നോക്കി, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ടോ? ഒന്നുകൂടെ കൺഫേം ചെയ്യാം, അവിടെ ഇല്ലേ? കണ്ടോ. ഇനി അടുത്ത് നമ്മൾ എന്താ എഴുതിയത്? there are no roses in garden. അതെ, കേട്ടോ, ഇവിടെ എന്ത് വന്നു? ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നോ വന്നു. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? അതേപോലെ ഓക്സിലറി കൊണ്ടുപോയി എന്നിട്ട് ചോദിച്ചു പൂന്തോട്ടത്തിൽ പൂക്കളില്ല, ഇനി എങ്ങാനും ഉണ്ടോ? കൺഫേം ചെയ്യുക. കണ്ടോ, നോക്കി, പോസിറ്റീവ് സെന്റൻസസ് ഓൾവേസ് ടേക്ക് നെഗറ്റീവ് ടാഗ്സ്. നെഗറ്റീവ് ടാഗ്സ് മീൻസ് വിച്ച് വി ആർ നോട്ട്. നോക്കി, നെഗറ്റീവ് സെന്റൻസസ് ഓൾവേസ് ടേക്ക് പോസിറ്റീവ് ടാഗ്സ്. എന്താ? നോ എന്നൊരു സംഗതി നമ്മുടെ ടാഗിൽ ഉപയോഗിക്കത്തില്ല. അപ്പൊ ഫസ്റ്റ് റൂൾ എന്താണ്? പോസിറ്റീവ് സെന്റൻസസ് ഓൾവേസ് ടേക്ക് നെഗറ്റീവ് ടാഗ്. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ഉണ്ടായിരിക്കും. നെഗറ്റീവ് സെന്റൻസസ് ഓൾവേസ് ടേക്ക് പോസിറ്റീവ് ടാഗ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് റൂൾ ഒന്നുകൂടെ എഴുതിയിടാം. നിങ്ങൾ എൻട്രൻസ് സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നമുക്ക് ചെറിയ ഷോർട്ട് ഫോംസ് ഒക്കെ മതി അല്ലേ? Okay, positive tag. Ini second rule. Always use short form of not. അതായത് ഇത് നെഗറ്റീവ് സെന്റൻസിന്റെ കേസിലാട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു നെഗറ്റീവ് സെന്റൻസുകൾ യൂസ് ചെയ്യുമ്പോൾ ഏത് ടാഗ് ഉപയോഗിക്കണം? പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഇനി ഈ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതേണ്ടത്? പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുന്ന സമയത്ത് നോർമലി ആർദേ ഓക്സിലറി വെച്ച് ആഡ് ചെയ്ത് പോവുക. പോസിറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുക. നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുമ്പോൾ ഹാവ് നോട്ട് ദേ അല്ല, തെറ്റാണ്. ആൻസർ എന്തായിരിക്കും? ഹാവിൻറ്റ് ദേ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നോട്ടിന്റെ ഫുൾ ഫോം ഒരിക്കലും ഉപയോഗിക്കരുത്. ആ അപ്പോസ്ട്രോഫി ഫോം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഉപയോഗിക്കാവുള്ളൂ. ഹാവ് നോട്ട് അല്ല, ഹാവിൻറ്റ്. അടുത്തത് എന്താ? വേർ നോട്ട് അല്ല, വേറിൻറ്റ്.
ഹാസ് നോട്ട് അല്ല, ഹാസ് ഇൻറ്റ്. ഹാവ് നോട്ട് അല്ല, ഹാവ് ഇൻറ്റ്. കണ്ടോ, ഒന്നിന്റെയും കംപ്ലീറ്റ് ഫോം എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. ഈ ഷോർട്ട് ഫോം, അതായത് നോട്ടിന്റെ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാം. വേറെന്റ് നോക്കി, വാസ് ആണെങ്കിൽ wasn't, ഹാവ് ആണെങ്കിൽ haven't, can ആണെങ്കിൽ can't, could ആണെങ്കിൽ couldn't, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, സോ സെക്കൻഡ് റൂൾ എന്താണ്? ഓൾവേസ് യൂസ് ഷോർട്ട് ഫോം ഓഫ് നോട്ട്. ഓക്കെ, ആൻഡ് തേർഡ് റൂൾ എന്താണ്? ഓൾവേസ് യൂസ് pronoun. Always use pronoun. കേട്ടോ, ഇനി സാധ്യതയുള്ളത്, ഓക്കെ, Anu studies well. ഓക്കെ, ഇനി Anu studies well. കണ്ടോ, അപ്പൊ നിങ്ങൾക്കറിയാം പ്രസന്റ് ആയതുകൊണ്ട് അവിടെ Anu ആയതുകൊണ്ട് എന്ത് വരും? doesn't. ഓക്കെ, ഇനി doesn't Anu എന്ന് ചോദിക്കരുത്, പക്ഷെ എന്ത് ചോദിക്കണം? doesn't she. കണ്ടോ, ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ആരെ ഉപയോഗിക്കാവുള്ളൂ? പ്രോനൗൺ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, സോ ഈവൻ ഇഫ് അനുവിന്റെ സ്ഥാനത്ത് ലെറ്റ് ഇറ്റ് ബി എനി പേഴ്സൺ, ഹി ഷീ ഇറ്റ് അങ്ങനെയുള്ള പ്രോനൗൺസ് അല്ലാത്ത എന്ത് പേരുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും, ഈവൻ സാധനങ്ങളാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റ് ഉപയോഗിക്കുക, ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ഹി ഓർ ഷീ ഉപയോഗിക്കാം. ഓക്കെ, സോ അനു ആണെന്നുണ്ടെങ്കിൽ ഷീ നമ്മൾ പറഞ്ഞതുപോലെ, ഇനി അനുവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലോ, ലൈക് സെയിം പെൻസിൽസ് ആർ മിസ്സിംഗ്. ഓക്കെ, ഓക്സിലറി ഉണ്ട്, ആറ് പോസിറ്റീവ് സെന്റൻസ് ആണ്, നോട്ട് ചേർത്തു ആറ്. അപ്പൊ പെൻസിൽസ് ആണ് സാധനം, അപ്പൊ എന്താ? ആറിന്റെ. ഇനി അടുത്ത് നമ്മൾ ഓരോ പേഴ്സണെ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് റെയിനിങ്. എന്താണ്? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കി, ഓക്സിലറി ഏതാ? ഈസ്. നോട്ട് ചേർത്തു ഈസിന്റ്. മഴയല്ലേ? ഈസിന്റ് ഇറ്റ്. കണ്ടോ, എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗിൽ ആരാണ്? പ്രോനൗൺസ് ആണ്. പ്രോനൗൺസ് ചേർത്ത് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാവുള്ളൂ. ആൻഡ് among all these, ഇതിനേക്കാളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് റൂൾ, അതായത് ഗോൾഡൻ റൂൾ ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്സ് എന്താണ്? ഗോൾഡൻ റൂൾ ഓഫ് ക്വസ്റ്റ്യൻ ടാഗ്സ്. Sentence and question tag should be in same tense. കണ്ടോ, sentence and question tag should be in same tense. നോക്കിയേ, Anu studies present tense ആണ്, അതുകൊണ്ട് നമ്മൾ does ചേർത്ത്. ഇവിടെ കൊണ്ട് didn't she എന്ന് ചേർക്കോ? ഇല്ല, didn't is past. കണ്ടോ, നോക്കിയേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എല്ലാം സെന്റൻസ് ഏത് ടെൻസിലാണോ നോക്കി, ഇതെല്ലാം പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഇൻ കേസ് നമുക്ക് പാസ്റ്റ് ടെൻസ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഗോൾഡൻ റൂളിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഗോൾഡൻ റൂൾ എന്താണ്? tense oriented ആണ്, which means sentence and question tag should be in same tense. Okay, first one present tense. നമ്മൾ കണ്ട പോലെ തന്നെ, it is raining. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചു? isn't it. ഇതെന്ത് ടെൻസ് കണ്ടു? is raining, present ആണ്, അതുപോലെ കൊടുത്തു. ഇനി there were 5 balloons. Weren't there. കണ്ടോ, സെയിം സാധനം. അടുത്തത്, they will go to park. എന്ത് ചെയ്യും? won't they. എല്ലാം എന്ത് ചെയ്യാണ്? സെയിം ടെൻസിലായിരിക്കണം. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്? ടെൻസ് മാറ്റി എഴുതരുത്. ഇറ്റ്സ് എ ബേസിക് മിസ്റ്റേക്ക് എല്ലാവരും കാണിക്കുന്നത്. സെന്റൻസ് ചെയ്ത ടെൻസ് ആണോ ക്വസ്റ്റ്യൻ ടാഗ് അതേ ടെൻസിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയുമാണ് ബേസിക് ക്വസ്റ്റ്യൻ ടാഗ്സ്. എന്തൊക്കെയാണ്? ഓക്സിലറിയും പ്രോനൗണും ചേർക്കണം. റൂൾസ് എന്തൊക്കെ വരും? നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ക്വസ്റ്റ്യൻസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ടാഗ്സ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് സെന്റൻസുകളാണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. ആൻഡ് സെക്കൻഡ് റൂൾ എന്തായിരുന്നു? എപ്പോഴും നോട്ടിന്റെ ഷോർട്ട് ഫോം, വിച്ച് മീൻസ് അപ്പോസ്ട്രോഫ് ഇട്ടിട്ടുള്ള ഒരു ഫോം ഉപയോഗിക്കണം. ജസ്റ്റ് ലൈക്ക്
വേറിന്റ്, ഈസിന്റ്, ഹാവിന്റ്, ഡസന്റ്. തേർഡ് റൂൾ നമ്മൾ എന്ത് പറഞ്ഞു? ഓൾവേസ് യൂസ് പ്രോനൗൺ. അതായത് ഒരിക്കലും ടാഗിലെ പേരുകൾ ചേർക്കരുത്. എപ്പോഴും എന്തെങ്കിലും ഉണ്ടായിരിക്കണം, എപ്പോഴും എന്തെങ്കിലും പ്രോനൗൺ ആയിരിക്കണം. സി ഇപ്പം പെൺകുട്ടിയാണെങ്കിൽ ഷീ, അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ ഹി, സാധനങ്ങളാണെങ്കിൽ ഇറ്റ്, അല്ലെങ്കിൽ പ്ലൂറൽ ഫോംസ് ആണെങ്കിൽ ദേ, ദം, അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുക. ഓക്കെ. ആൻഡ് ഗോൾഡൻ റൂൾ വൺസ് അഗെയിൻ എന്താ ഉപയോഗിക്കുക? സെന്റൻസും ടാഗുകളും എപ്പോഴും സെയിം ടെൻസിലായിരിക്കണം. ഓക്കെ. സോ ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് കൺസെപ്റ്റുകൾ. ഇനി ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പോലെ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ. അത് എപ്പോഴാണ്? അടുത്ത ക്ലാസ്സുകൾ. ഓക്കെ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാം. ലൈക്ക് നിങ്ങൾക്ക് ബാക്കി ഏത് ടോപ്പിക്കിനേക്കാളും കൂടുതൽ എങ്ങാനും ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചാൻസ് ആണ്. ലൈക്ക് നിങ്ങൾ ലക്കിയാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഭയങ്കര എളുപ്പമാണ് മാർക്സ് വാങ്ങാനായിട്ട് കമ്പയർഡ് ടു എനി അതർ പോർഷൻ. ഓക്കെ. അപ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ആൻസർ ചെയ്യാതെ പോകരുത്. അതിന്റെ പേരിൽ നിങ്ങൾക്ക് മാർക്ക് കളയരുത്. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസിനൊക്കെ മാർക്ക് അല്ലെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ എങ്ങനെ എഴുതിയെടുക്കും? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക, റൂൾസ് ബൈ ഹാർട്ട് ചെയ്യുക. ഇത് ബൈ ഹാർട്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ? ബാക്കിയുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാവുള്ളൂ. ഓക്കെ. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്.